എന്ന് പറയുന്നതൊക്കെ എലമെന്റ് അല്ലെങ്കിൽ മെമ്പർ ആണ്. അത് ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ സെറ്റ് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ ബ്രാക്കറ്റിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് എക്സിലുള്ള എല്ലാ എലമെന്റും എ എന്ന് പറയുന്നത് സെറ്റിന്റെ നെയിം ആണ്. ആ സെറ്റിലുള്ള എല്ലാ എലമെന്റും സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ് എക്സ് നമുക്ക് ഇതുപോലെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിലുള്ള ഓരോ ഒബ്ജക്റ്റുകളും ഈ ഓരോ ടേമിനെ നമുക്ക് എന്ന് പറയാം എലമെന്റ് അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയാം. അപ്പൊ ഇതിനെ നമുക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് സെഡ് വരെയുള്ള ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്റർ എ ബി സി ഡി സെഡ് അടിച്ചിട്ട് വേണം നമുക്ക് ഇതിനെ നെയിം കൊടുക്കാനായിട്ട് ഡിനോട്ട് ചെയ്യാനായിട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ച് വേണം നമുക്ക് ഇതിനെ സെറ്റിനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ സെറ്റ് ഡിനോട്ട് ചെയ്തിട്ട് എങ്ങനെ എഴുതും? എ സീക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ കോമിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ സെറ്റ്. ഇനി എക്സാമ്പിൾ പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിവേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എല്ലാ റിവേഴ്സിനെയും നമുക്ക് എന്താ പറയാം? അപ്പൊ നമുക്കറിയാം എത്ര എണ്ണം ഉണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക എണ്ണത്തിൽ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തതിന് അറ്റം കണ്ടെത്താൻ നമുക്ക് പറ്റും. അപ്പൊ എത്ര റിവർ ഉണ്ടോ ആ എത്ര റിവറുകളെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ ഓരോന്നിന്റെയും പേര് എഴുതി കോമിട്ട് സെപ്പറേറ്റ് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്യാപിറ്റൽ സിറ്റികളുടെ നെയിമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ടേമുകൾ നമുക്ക് കോമിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ നമുക്ക് അതിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ടേമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. ഇനി സെറ്റ് നമുക്ക് രണ്ട് തരത്തിൽ ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ കൊടുത്തത് ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് സെറ്റ് എഴുതുന്നത് അല്ലെ. എ ഈക്വൽ ടു ഈവൺ നമ്പർ 2, 4, 6, 8, 10 അടുത്ത 12 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്പറുകളുടെ ഏറ്റവും നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് എൻഡിങ് പോയിന്റിലാണ് ഇങ്ങനെ പറഞ്ഞെടുക്കാം. ഇങ്ങനെ എഴുതുന്ന ഈവൺ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10ന് താഴെയുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ വരും. അത് 2, 4, 6, 8 എന്ന് പറഞ്ഞാല് ഈവൺ നമ്പർ ലെസ് ദാൻ 10 ആണ്. അപ്പൊ 10ന് താഴെയുള്ള ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2, 4, 6, 8 വരെ എഴുതാൻ പറ്റുള്ളൂ. ലെസ് ദാൻ എന്ന് പറഞ്ഞേക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ന് പറയാം ഇവിടെ 10 കൂടി നമുക്ക് കൊടുക്കാം. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത് ഈവൺ നമ്പർ ലെസ് ദാൻ 10. അടുത്ത കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിനുള്ളിൽ 2, 4, 8, 10 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറ്റം പറയുന്നില്ല, അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എക്സെട്ര. അതിനൊരു അറ്റം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന് നമുക്ക് എന്ന് പറയാം ടാബുലർ ഫോം എന്ന് പറയാം. അതായത് ഓരോ ടേമിനെയും സെപ്പറേറ്റ് ചെയ്ത് ഫോം ഇട്ട് പറയാൻ പറ്റുന്നതിനെ നമുക്ക് ടാബുലർ ഫോം എന്ന് പറയാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. അതുപോലെ നമുക്ക് നോക്കിയ സിയുടെ ഉള്ളിൽ സി നോക്കിയ സി സെറ്റ് ഓഫ് റാം, മോഹൻ, കണ്ണൻ 3 പേരെ പേര് നമുക്ക് കൊടുത്തു. ആ 3 പേരെ പേര് നമുക്ക് കോമിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ബിക്ക് ഉള്ളിൽ ഒരു ഇൻഡിജർ 1/2, 1/3, 1/4 ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിന് അറ്റില്ല, ഇതിന് നമുക്ക് അറ്റം വരെ ഉണ്ട്. ഇത് നമുക്ക് അറ്റില്ല. ഇൻഡിജർ നമ്പർ പ്ലസ് ഓർ മൈനസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെ അറ്റില്ലാതെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടാബുലർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പേരുണ്ടാവും, സെറ്റിന് ഒരു പേരുണ്ടാവും. ഈക്വൽ ടു അതിനുള്ളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓരോ ടേമിനെയും ഫോം ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ടാബുലർ ഫോം എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? രണ്ടാമത്തെ മെത്തേഡാണ് ഒന്നില്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം, അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയാം. ഇവിടെ നമുക്ക് കോമൺ പ്രോപ്പർട്ടി, നമുക്ക് ഈ ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എക്സാമ്പിൾ നോക്കിയാൽ ഇതേപോലെയാണ് വരിക. എക്സ് കോളൻ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് 5 വരെയുള്ള നാച്ചുറൽ നമ്പർ, അതായത് 1, 2, 3, 4, 5 ഇങ്ങനെ ഈ കോമിട്ട് നേരത്തെ നമ്മൾ എഴുതിയ ടേമിനെ നമ്മൾ എന്തെന്നാക്കി, ഇതായിരുന്നു നമ്മുടെ നേരത്തെ സെറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടാബുലർ ഫോം എന്ന് പറയുമ്പോൾ ഇതുപോലെ വരും. ആ ടേമിനെ എന്തെന്ന് എഴുതി? എക്സ് കോളൻ എക്സ് ഈസ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 5ഉം അതിന് ഈക്വൽ ആയിട്ടുള്ള നാച്ചുറൽ നമ്പറുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സെറ്റ് ആയിട്ട് പറഞ്ഞത്. ഇതിനെ ഇങ്ങനെ വേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത് നേരത്തെ കൊടുത്ത പോലെ ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് കോളൻ എക്സ് ഈസ് എ ഈവൺ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇങ്ങനെ കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 2, 4, 6, 8, 10 വരെ ഉള്ളത് ഇങ്ങനെ കോമിട്ട് ഇതിന് പകരം നമുക്ക് ഇതുപോലെ
എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെറ്റ് എ സീക്വൽ നമ്മൾ ഇതുപോലെ എഴുതാം. ഇത് രണ്ടും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്തത് എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. എം ടി എന്ന് പറയുന്നത് നൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. then ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 5 ഇട്ടിട്ട് 5 കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സെറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇത് ഈ രണ്ട് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എം ടി സെറ്റിനെ അല്ലെങ്കിൽ നൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ നോ എലമെന്റ്, എലമെന്റ് ഒന്നും ഇല്ലാത്ത, എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞായിരുന്നു. സെറ്റിനുള്ളിൽ ഇങ്ങനെ വരുന്ന ഇതൊരു എലമെന്റ് ഇങ്ങനെ വരുന്നതാണ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ എലമെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ വാല്യൂസ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. അപ്പൊ നോ എലമെന്റ്, ഒരു സെറ്റിനുള്ളിൽ എലമെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ എം ടി സെറ്റ് എന്ന് പറയാം. അതിന് നമുക്ക് രണ്ട് തരത്തിൽ ഡിനോട്ട് ചെയ്യാം, 5 എന്നും അല്ലെങ്കിൽ സെറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിരിക്കുന്നത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് കോളൻ എക്സ് ബിലോങ്സ് ടു എൻ. അതായത് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലെ എലമെന്റ് ആയിരിക്കണം, അല്ല നാച്ചുറൽ നമ്പറിലെ എലമെന്റ് ആയിരിക്കണം. അത് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എവിടെ വരെ വരണം, ഈ 2-നും 3-ക്കും ഇടയിലുള്ള നമ്പർ ആയിരിക്കണം. 2-നും 3-ക്കും 2 ചെറുതാവാൻ പാടില്ല എക്സ് എന്ന് പറയുന്നത്. അതുപോലെ എക്സിനേക്കാൾ ഈ 3-നേക്കാൾ വലുതാവാനും പാടില്ല എക്സ് എന്നുള്ളത്. അപ്പൊ 2-നും 3-ക്കും ഇടയിൽ ഒരു നമ്പർ നമ്മൾ നാച്ചുറൽ നമ്പർ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, നാച്ചുറൽ നമ്പറിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. ക്ലിയർ ആണത്? ക്ലിയർ. ഇനി ക്യൂ ആണെന്നുണ്ടെങ്കിലോ, ക്യൂ ആണെങ്കിൽ റാഷണൽ നമ്പർ ആണ്. അടുത്തൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, സെറ്റ് ബി ഈക്വൽ ടു എക്സ് കോളൻ എക്സ് ബിലോങ്സ് ടു ക്യൂ. ക്യൂ ഈ ഓരോ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആണെങ്കിൽ നാച്ചുറൽ നമ്പർ, ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്ന ഭാഗം, അത് 1/2 1/3 എങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നതിനെയാണ് പി ബൈ ക്യൂ ഫോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്, ഈ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ 5/2 7/3 9/4 ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ ഓൾ എലമെന്റ് എന്തായിരിക്കും, ഈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ എന്തുണ്ടാവും, ഇതിനിടയിൽ നമുക്ക് വാല്യൂസ് ഇതുപോലെ 5/2 3 ഇതിനിടയിലുള്ള വാല്യൂസ് ആണ്. ഈ 2-നും 3-ക്കും ഇടയിൽ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഈ 2-നിടയിൽ നമുക്ക് 1/2 എഴുതാം, 1/3 എഴുതാം, അങ്ങനെ ഇതിനിടയിൽ നമുക്ക് ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇത് എന്തെന്നല്ല, നോട്ട് നൾ സെറ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? നൾ സെറ്റ് നോട്ട് നൾ സെറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ഇനി അടുത്ത ടേം ഫിനൈറ്റ് സെറ്റ്. ഫിനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിത്ത് ഫിനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്. ഒരു സെറ്റിനുള്ളിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വരുന്ന സെറ്റുകളെ നമുക്ക് എന്താ പറയാം, ഫിനൈറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അത് അതിൽ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവസാനിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നതിന് നമുക്ക് ഫിനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഫിനൈറ്റ് സെറ്റ് ഓഫ് എലമെന്റ്, അവിടെ സെറ്റ് ഓഫ് ഫിനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് എലമെന്റ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, എക്സാമ്പിൾ സെറ്റ് ഓഫ് 2 4 5 10. ഇതൊരു ഫിനൈറ്റ് സെറ്റ് ആണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ഉണ്ട് ഒരു 2 എന്ന് പറയുന്നത്, എൻഡിങ് പോയിന്റ് ഒരു 10 ഉണ്ട്. അപ്പൊ ഈ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് അതിനെ ഫിനൈറ്റ് സെറ്റ് എന്ന് പറയും. ക്ലിയർ ആണത്? ക്ലിയർ. ഇതിൽ 4 എലമെന്റ് ആണ് ഉള്ളത്. ഇനി അടുത്ത് നോക്കിയേ, ഇഫ് എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഡേ ഇൻ എ വീക്ക്. ഒരു വീക്കിലെ ഓൾ ഡേ നമുക്കറിയാം 7 എലമെന്റ്സ് ഉണ്ടാവും അല്ലെ, 7 ഡേയ്സ്. നമുക്ക് മൺഡേ ട്യൂസ്ഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞ 7 എലമെന്റ് നമുക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്താ പറയാ, ഒരു ഫിനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ ഫിനൈറ്റ് സെറ്റ്? ക്ലിയർ ആണ് മിസ്. അടുത്തത് ഇൻഫിനൈറ്റ് സെറ്റ്. ഇൻഫിനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഫിനൈറ്റ് സെറ്റ് ആണെങ്കിൽ ഏറ്റവും ഉള്ളത് പറഞ്ഞു. അപ്പൊ ഇൻഫിനൈറ്റ് സെറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. അതായത് ഇവിടെ എക്സാമ്പിൾ ഈ പി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് കേസിൽ എ ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് 2 എന്നുള്ളത്, പക്ഷെ എൻഡിങ് പോയിന്റ് ഉണ്ടോ, എൻഡിങ് പോയിന്റ് ഇങ്ങനെ എക്സ്ട്രാ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സെറ്റുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഫിനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇൻഫിനൈറ്റ് സെറ്റ് ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആ സെറ്റിനുള്ളിൽ ഉണ്ടായിരിക്കും. നേരത്തെ ഫിനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ നമുക്ക് ഇൻഫിനൈറ്റ് നമ്പർ, അതായത് അറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, അതിന് അറ്റം ഉണ്ടാവില്ല. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പർ ഇൻ ആൻ ഇൻഫിനൈറ്റ് സെറ്റ്. ഓൾ ഈവൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുണ്ടായിരിക്കും,
ഒരു ഈവൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2-ലാണ് നമുക്കറിയാം 2, 4, 6, 8 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനറ്റം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓൾ ഈവൺ നമ്പർ എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്ന കേസാണ് ഇൻഫിനൈറ്റ് സെറ്റ്. അപ്പൊ ഇൻഫിനൈറ്റ് സെറ്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിനുള്ളിൽ ഓൺലി 1 എലമെന്റ്, ഒരു എലമെന്റ് മാത്രം വരുന്നതിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അതിനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എക്സ് is equal to x plus 4 is equal to 0. x belongs to z. x എന്ന് പറയുന്നത് സെഡിലെ എലമെന്റ്. സെഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ, n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്, q എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്, z എന്ന് പറയുന്നത് ഇന്റിജർ നമ്പർ ആണ്. അപ്പൊ ഇന്റിജർ എന്ന് പറയുമ്പോൾ പ്ലസും വരാം, പോസിറ്റീവും വരാം, പോസിറ്റീവ് വാല്യൂവും വരാം, നെഗറ്റീവ് വാല്യൂവും വരാം. അതാണ് ഇന്റിജർ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു ഈ പ്ലസ് 4-ന് ഈക്വലിന് അപ്പുറത്തോട് ഉണ്ടായാൽ എക്സിന്റെ വാല്യൂ -4 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ഒരു വാല്യൂ ഉള്ളൂ, എക്സിന് ഒരു വാല്യൂ ഉള്ളൂ -4 എന്നുള്ളത്. അത് പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് എക്സ് സെഡ് ആയതുകൊണ്ട് ഇന്റിജർ ആണ്, ഇന്റിജർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് വാല്യൂ ആവാം, നെഗറ്റീവ് വാല്യൂ ആവും. ഇവിടുത്തെ റിസൾട്ട് നെഗറ്റീവ് വാല്യൂ ആണ് -4. ക്ലിയർ ആണത്? ക്ലിയർ. ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ അടുത്ത കേസിൽ എക്സ് പ്ലസ് 4 ഈക്വൽ 0 ആണ്. പക്ഷെ ഇത് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പറിൽ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് നൾ സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇത് സിംഗിൾ സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എക്സിന്റെ വാല്യൂ ഇവിടെ -4 ആണ്. നാച്ചുറൽ നമ്പറിൽ, അതായത് എന്നിന്റെ ഉള്ളിൽ എന്തില്ല? നെഗറ്റീവ് വാല്യൂ ഇല്ല. ഇവിടെ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. നാച്ചുറൽ നമ്പറിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് നമ്പർ ഇല്ല. അതുകൊണ്ട് ഈ ഒരു കേസ്, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, സെറ്റ് x പ്ലസ് 4 ഈക്വൽ ടു 0. ഈ എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പറിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടില്ല? -4 ആണെന്ന് കിട്ടില്ല. അതുകൊണ്ട് അതെന്താണ്? അതൊരു നൾ സെറ്റ് ആണ്. ക്ലിയർ ആണത്? ക്ലിയർ. സിംഗിൾട്ടൺ സെറ്റ് ആകുമ്പോൾ അതിൽ ഓൺലി 1 എലമെന്റ് ഉണ്ടാവുള്ളൂ. ഒരു സെറ്റിനുള്ളിൽ ഓൺലി 1 എലമെന്റ് വരുന്നതിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഫസ്റ്റ് പറഞ്ഞു ക്ലിയർ ആണ് മിസ്. സെറ്റ് എന്താണെന്ന് പറഞ്ഞു, സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു, സെറ്റ് നെയിം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, 2 തരത്തിലുള്ള സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ടാബുലർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും നമ്മൾ പറഞ്ഞു. പിന്നെ ഫിനൈറ്റ് സെറ്റ് എന്താണെന്നും ഇൻഫിനൈറ്റ് സെറ്റ് എന്താണെന്നും എംപ്റ്റി സെറ്റ് എന്താണെന്നും സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്നും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്ന് പറയാം. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ആ ഡിസ്ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഹാവ് നോ എലമെന്റ് ഇൻ ദി കോമൺ. 2 സെറ്റുകൾ തന്നു. ഇപ്പൊ എ എന്നുള്ള ഒരു സെറ്റ് തന്നു, ബി എന്നുള്ള ഒരു സെറ്റ് തന്നു. അങ്ങനെയാണെങ്കിൽ 2 സെറ്റിലും കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. അതായത് എ എന്ന സെറ്റിൽ 4ഉം 6ഉം 10 ഉണ്ട്, ഒരു എക്സാമ്പിൾ ആണ്. ബി എന്നുള്ള സെറ്റിൽ 7, 11, 15. ഇത് രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടോ? കോമൺ ആയിട്ട് എലമെന്റുകളൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ 4ഉം 6ഉം 10ഉം, ഇവിടെ 7ഉം 11ഉം 15 ആണ്. അപ്പൊ കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സെറ്റ് എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യനും ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് വേറെ എലമെന്റ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇതും എന്തെന്ന് പെടുത്താം? ഡിസ്ജോയിന്റ് സെറ്റിൽ പെടുത്താം. അപ്പൊ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് എടുത്തിട്ട് ആ സെറ്റിൽ കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. അടുത്തേക്ക് പോട്ടെ. മിസ്. ഇനി അടുത്തത് ഈക്വൽ സെറ്റ്. 2 സെറ്റ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. 2 സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ദേ കണ്ടെയ്ൻ ദ സെയിം എലമെന്റ് തന്നെ ആയിരിക്കണം രണ്ടിലും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ന് പറയാം? ഈക്വൽ സെറ്റ് ആണെന്ന് പറയാം. ഇപ്പൊ ഫസ്റ്റത്തെ കേസ് നോക്കിയേ, ഒരു എക്സാമ്പിൾ നോക്കിയേ. എയുടെ വാരിയബിള് എക്സ് ബിലോങ്സ് ടു എൻ, അതായത് എക്സ് എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ ആണ്. 2ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ എത്ര എലമെന്റ് വരും ഇവിടെ? 2 വരും, 2 കഴിഞ്ഞാൽ 3 വരും, 4 വരും, 5 വരും, 6 വരും. ഇല്ലേ? ഇത്ര വരില്ലേ? അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് കൊണ്ട് ഈ 2ഉം വരും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്റ്റാർട്ടിങ് 2ഉം വരും, എൻഡിങ് 6ഉം വരും. ഇതിനിടയിൽ 3ഉം 4ഉം 5ഉം വരും. ഇതായിരിക്കും നമ്മുടെ സെറ്റ്. ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്ന സെറ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഈ കാണുന്നത്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ.
ബിയിൽ നോക്കിയേ, ബിയിൽ നമുക്ക് തന്നിരിക്കുന്നത് 2 3 4 5 6. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റും തന്നെ അല്ലേ ബിയിലുള്ളത്, അതുകൊണ്ട് എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഓക്കെ. ഈ അടുത്ത കേസ് നോക്കി, അടുത്ത കേസിൽ 9 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 11. 9 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 11 എന്ന് പറയുമ്പോൾ 9 വരാൻ പാടില്ല ഇവിടെ, ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് 9 ഇല്ല, 11 ഇല്ല, ബാക്കി ഇവിടെ എന്തുള്ളൂ 10 മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് 10.5 ആണ്. അപ്പൊ ഈ 10.5ഉം 10ഉം തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇത് ഈക്വൽ അല്ല. 10.5 എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം നമുക്ക് ഇതിനെ. അത് ഈ 10.5 എന്നുള്ളത് എയിലെ എലമെന്റ് അല്ല, 10 മാത്രമേ എയിലുള്ളൂ, അതുകൊണ്ട് ഈ കേസ് നോട്ട് എന്ന് എഴുതാം. നോട്ട് എന്ന് പറയുമ്പോൾ ഈക്വൽ എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ അതെന്തായി ഈക്വൽ സെറ്റ് ആയി. അതിന് മുകളിലൊരു വെട്ട് വന്നു കഴിഞ്ഞാൽ അതിനെന്തായി നമുക്ക് നോട്ട് ഈക്വൽ ആയി. അപ്പൊ ഈക്വൽ സെറ്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി 2 സെറ്റ്സ് ആർ ഈക്വലന്റ് സെറ്റ്. രണ്ട് സെറ്റ് ഈക്വലന്റ് ആണെന്നുണ്ടെങ്കിൽ 2 സെറ്റ്സ് ആർ ഈക്വലന്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ് മതി. ഇതുപോലെ സെയിം നമ്പർ വേണ്ട, സെയിം എത്ര നമ്പർ ഓഫ് എലമെന്റ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എലമെന്റ് സെക്കൻഡ് സെറ്റിൽ ഉണ്ടായാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായി ഈക്വാലന്റ് സെറ്റ് ആയി. അപ്പൊ 2 സെറ്റ്സ് ആർ ടു ബി ഈക്വലന്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ് മതി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ പറയുന്നത് സെറ്റ് എയിൽ നമുക്ക് എ ബി സിയും സെറ്റ് ബിയിൽ 4 7 10 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 2 3. ഇവിടെയും 1 2 3. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൽ നോക്കിയേ, ഫസ്റ്റ് എയിൽ 3 എലമെന്റ് ഉണ്ട്, ബിയിലും 3 എലമെന്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഈക്വലന്റ് സെറ്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി വരുന്നത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ് വിച്ച് ക്യാൻ ബി കൺസിഡർഡ് റിലവന്റ് ഫോർ മാത്തമാറ്റിക്കൽ ഡിസ്കഷൻ. അതായത് യൂണിയൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഉള്ളതാണ് യൂണിവേഴ്സൽ. അതേപോലെ തന്നെ എല്ലാ നമ്പറുകളും അടങ്ങുന്നതായിരിക്കും യൂണിവേഴ്സൽ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്, എല്ലാ എലമെന്റുകളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്താ പറയാ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന് രണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെ ക്യാപിറ്റൽ യു വെച്ച് ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ യു വെച്ചും ഇതുപോലെ എപ്സിലോൺ ഇട്ടുകൊണ്ട് നമുക്ക് യൂണിവേഴ്സലിനെ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സെറ്റ് 1 4 2 3 4 10 9 19 25. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് സബ്സെറ്റ് എന്ന് പറയുന്നത്, സബ്സെറ്റ് ഒന്നും എടുത്തിട്ടില്ല, സെറ്റേ പറഞ്ഞിട്ടുള്ളൂ, സബ്സെറ്റ് നമുക്ക് എന്നിട്ട് പറയാം. അപ്പൊ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, എല്ലാ നമ്പറും 0 1 2 3 എക്സെട്ര ഇങ്ങനെ എത്ര നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നോ അതിനെല്ലാം, ഇവിടെ 9 വരെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എത്ര നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നോ അതിനെല്ലാത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു എക്സ് തന്നിട്ടുണ്ട്, അതായത് യൂണിവേഴ്സൽ സെറ്റ് ആദ്യം തന്നിട്ടുണ്ട്. ഒരു എക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 1 തുടങ്ങി 8 വരെയുള്ള നമ്പർ ഉണ്ട്. ഇനി നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് 2 3 4, അതായത് ഈ 3 എലമെന്റ് മാത്രമേ എയിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് ഈ എയിലുള്ള എലമെന്റ് കഴിച്ചിട്ട് എക്സിൽ ബാലൻസ് എന്തൊക്കെയുണ്ടോ അതായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എ കോംപ്ലിമെന്റ് നമുക്ക് എ ഡാഷ് ആയിട്ടും അതുപോലെ എക്ക് പവർ സി ആയിട്ട് കൊടുത്താൽ ഇങ്ങനെ നമുക്ക് ഈ രണ്ട് ടേമിൽ നമുക്ക് എ കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യാം. എയുടെ മുകളിൽ ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എയുടെ മുകളിൽ ഒരു സി വെച്ചുകൊണ്ട് കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യാം. കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് പ്രത്യേകം വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റില് നമുക്ക് എടുത്തിരിക്കുന്ന എ കഴിച്ചിട്ട് ബാലൻസ് എന്താണോ യൂണിവേഴ്സൽ, അല്ലെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന എക്സാമ്പിൾ എക്സ്, ആ എക്സില് എ കഴിഞ്ഞിട്ട് ബാലൻസ് എന്താണോ ഉള്ളത് അതിനെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയും. അപ്പൊ എ 2 3 4 ആണ്. ഈ 2 3 4 കഴിഞ്ഞിട്ട് ഇവിടെ ബാലൻസ് 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, അതായിരിക്കും നമ്മുടെ എ കോംപ്ലിമെന്റ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് ഒരു സെറ്റ് ഇവിടെ തന്നിട്ടുണ്ടാവും. ഇവിടെ എക്സ് ആണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 1 തുടങ്ങി 8 വരെ ഒരു നമ്പർ ഉണ്ട്, അതിൽ എ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ 2 3 4 തന്നിട്ടുണ്ട്. അപ്പൊ അത് ഒഴിച്ചിട്ട് ബാലൻസ് ഇനി എക്സിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഉള്ള എല്ലാ നമ്പേഴ്സിനും കൂടി കോമ്പിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ക്ലിയർ അല്ല?
ഇനി സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ് എന്നാണ് പറയാം. സബ്സെറ്റ് ഓർ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയും ബിയും ടു സെറ്റ്സുകളാണ്. അപ്പൊ ദാറ്റ് എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. എയിലുള്ള എല്ലാ എലമെന്റും എന്തിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യണമെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറയാം. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എയിൽ കുറച്ച് എലമെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ 1 2 3. ബിയില് 2 3 4 5 6. അത് 1 കൂടി ഉണ്ടാവണേ. ഇത് വേറെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ പറയാം. എയുടെ വാല്യൂ 1 2 3 4 5 ആയിരുന്നു. ബിയുടെ വാല്യൂ 1 ഉം 2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടായിരിക്കണം അല്ലെ? ഇത് ബി ആയിട്ട് എടുക്കാം. ഇത് ബിയും ഇത് എ ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടായിരിക്കണം. ബിയിൽ അഡീഷണൽ എലമെന്റ് വേറെയും വരാം. അപ്പൊ എയിൽ 1 ഉം 2 ഉണ്ട്. ബിയിൽ നോക്കിയേ, ബിയിൽ 1 ഉം 2 ഉം 3 ഉം 4 ഉം 5 ഉണ്ട്. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റ് എന്തിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ ഈ കേസ് നോക്കിയേ, ഇവിടെ എയിൽ 1 ഉം 2 ഉം 3 ഉണ്ട്. ബിയിൽ 2 3 4 5 6. പക്ഷെ ഇവിടെ 1 ഇല്ല. അതുകൊണ്ട് എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി. അതായത് എ സബ്സെറ്റ് നമ്മൾ ഇതുപോലെ സി പോലെ ഇട്ടിട്ട് ബി എഴുതും. നോട്ട് ആവുമ്പോൾ നമ്മൾ ഇതിന് മുകളിൽ ഒരു വെട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അതായത് എയിലുള്ള 1 2 3 3 എന്ന ടേം എന്തിലില്ല? അല്ല, 1 എന്ന ടേം എന്തിലില്ല? ബിയിലില്ല. അതുകൊണ്ട് എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അത് 1 എന്ന് പറയുന്ന എലമെന്റ് ബിയിലില്ല. അതാണ് അതിന് കാരണം. സബ്സെറ്റ് ആവാത്തതിന്റെ കാരണം 1 എന്ന എലമെന്റ് ബിയിലില്ലാത്തത് കൊണ്ടാണ് ഇത് സബ്സെറ്റ് ആവാത്തത്. പക്ഷെ ബി സബ്സെറ്റ് ഓഫ് സി ആണ്. അത് 2 3 4 5 6 ആ 5 ഡിജിറ്റും സിയിലുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ബി സബ്സെറ്റ് ഓഫ് സി എന്ന് എഴുതാം. ബിയിലുള്ള എല്ലാ എലമെന്റും സിയിലുണ്ട്. അതുകൊണ്ട് ബി സബ്സെറ്റ് ഓഫ് സി എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ അത്? ക്ലിയർ. ഇനി സബ്സെറ്റ് പറഞ്ഞു. അപ്പൊ ഇത് സൂപ്പർ സെറ്റ് എങ്ങനെ വരും? സൂപ്പർ സെറ്റ് എന്ന് പറയും, ഇപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? സിയിലാണ് കൂടുതൽ എലമെന്റ് അല്ലെ? അങ്ങനെ കൂടുതൽ എലമെന്റ് ഏതിലാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ സൂപ്പർ സെറ്റ്. അപ്പൊ ഇതിലൊരു സീനെ ഈ ബിയും സിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സിയിലാണ് നമുക്ക് കൂടുതൽ എലമെന്റ് വരുന്നത്. ആ കൂടുതൽ എലമെന്റ് വരുന്ന സെറ്റിനെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് പറയും. അപ്പൊ സൂപ്പർ സെറ്റ് സബ്സെറ്റ് എഴുതുമ്പോൾ ഇനോട്ട് എഴുതുമ്പോൾ സി ആണെങ്കിൽ അത് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ അത് എന്തായി? സൂപ്പർ സെറ്റ് ആയി. അപ്പൊ നമുക്ക് എഴുതാം സി സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് എഴുതാം, സി സൂപ്പർ സെറ്റ് ഓഫ് ബി എന്ന് എഴുതാം. അതിൽ സിയില് എല്ലാ എലമെന്റ്, ബിയിലെ എല്ലാ എലമെന്റും സിയിലുണ്ട്. അതുപോലെ എയിലെ എല്ലാ എലമെന്റും സിയിലുണ്ട്. അതുകൊണ്ട് സി എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് എഴുതാം, സി എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ഓഫ് ബി എന്ന് എഴുതാം. ക്ലിയർ ആണോ അത്? ക്ലിയർ. ഇനി ഒരു നോട്ട് പറയുന്നത്, ഈ നോട്ട് നോക്കാം. ഇവിടെ 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ ഈക്വൽ ആവുന്ന സമയത്ത് രണ്ട് സെറ്റ്സ് എയും ബിയും ഈക്വൽ. അതായത് എ എന്ന് പറഞ്ഞ സെറ്റില് 1 2 3 ആയിരുന്നു. അതുപോലെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ നമുക്ക് എന്തിനായിരുന്നു? 1 2 3 തന്നെ ആയിരുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്, സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ സബ്സെറ്റ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. അതുപോലെ ബി സബ്സെറ്റ് ഈക്വൽ ടു എ എന്ന് എഴുതാം. ഇതേപോലെ നമുക്ക് 2 സെറ്റ്സുകൾ ഈക്വൽ ഇഫ് എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. അതുപോലെ ഒരു സെറ്റ് എ ഹാസ് n എലമെന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റുകളുടെ എണ്ണം എഴുതണമെന്നുണ്ടെങ്കിൽ 2n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സെറ്റുകളുടെ എണ്ണം കിട്ടും. ഒരു സെറ്റ് എയിൽ n എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റുകളുടെ എണ്ണം എഴുതണമെന്നുണ്ടെങ്കിൽ a is equal to 2n എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഒരു സെറ്റ് ഇപ്പൊ 1 2 3 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് എ സെറ്റ് ആണെങ്കിൽ അത് തന്നെ അതിന്റെ എന്നു പറയാം അതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. എയുടെ സബ്സെറ്റ് തന്നെയാണെന്ന് പറയാം.
അപ്പൊ എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്, അതിന്റെ തന്നെ സബ്സെറ്റ് ആണെന്ന് പറയും. അതുപോലെ എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്നാണ്, അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എംപ്റ്റി ആണെന്നുണ്ടെങ്കിലും എന്തെന്ന് പറയാം, അതിനെ നമുക്ക് സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ അത്രയും? ക്ലിയർ. അപ്പൊ ഈ പേജിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് ഡിസ്ജോയിന്റ് സെറ്റ് പറഞ്ഞു. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റുകൾ എടുത്താൽ അതിൽ കോമൺ എലമെന്റ് ഒന്നും ഇല്ലാതെങ്കിൽ അത് ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് പറഞ്ഞു. ഈക്വൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സെയിം എലമെന്റ് തന്നെ രണ്ട് സെറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകൾ നമ്മൾ ഈക്വൽ ആണെന്ന് പറയാം. ഈക്വലന്റ് ആണെന്നെങ്കിൽ സെയിം നമ്പർ ഓഫ് എലമെന്റ് മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈക്വലന്റ് സെറ്റ് ആണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഓൾ എലമെന്റ്, എല്ലാ എലമെന്റും വരുന്നതിനെ നമുക്ക് യൂണിവേഴ്സൽ എന്ന് പറയാം. പിന്നെ വരുന്ന കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ യൂണിവേഴ്സലിൽ നമ്മൾ എടുക്കുന്ന സെറ്റിലെ എല്ലാ എലമെന്റും കഴിഞ്ഞിട്ട് ബാലൻസ് യൂണിവേഴ്സലിൽ എന്താണോ ഉള്ളത് അതാണ് അതിന്റെ കോംപ്ലിമെന്റ്. അതുപോലെ സബ്സെറ്റ്, സൂപ്പർ സെറ്റ്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പൊ ബി വലിയ സെറ്റ് ആയിരിക്കും, ആ വലിയ സെറ്റിനെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് പറയാം. എയുടെ സൂപ്പർ സെറ്റ് ആണ് ബി എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു സൂപ്പർ സെറ്റ് സബ്സെറ്റ് ആണ് പറഞ്ഞു. ഇത്ര വരെയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി പവർ സെറ്റ് എന്താണെന്ന് നോക്കാം. പവർ സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫാമിലി ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു സെറ്റ് എ തന്നു, അതിന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെന്റും വരണം, നൾ സെറ്റും വരണം. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് പി ഓഫ് എ. പവർ സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എ തന്നിട്ടുണ്ട് 1ഉം 2 ആണ്. അപ്പൊ ഇതിലെ ഓൾ എലമെന്റ് നമുക്ക് എന്തായിട്ട് വരും, അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. അപ്പൊ ആദ്യം എന്ത് വരണം, ആദ്യം അതിന് നൾ സെറ്റ് കൊടുക്കാം നമുക്ക്. ഫസ്റ്റ് കേസ് നൾ സെറ്റ് വരും, പിന്നെ 1 എന്നുള്ളത് ഒരു സെറ്റ് ആക്കി എടുക്കുക, അടുത്ത 2 ഒരു സെറ്റ് ആക്കി എടുക്കുക, അതുപോലെ 1ഉം 2ഉം കൂടി അടുത്ത സെറ്റ് ആക്കി എടുക്കുക. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, എയില് n നമ്പർ ഓഫ് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് പവർ സെറ്റിന്റെ എലമെന്റ് കാണുന്ന ഇക്വേഷൻ 2n ആയിരിക്കും. അതായത് ഇവിടുത്തെ n എന്ന് പറയുന്നത് ഇതിന്റെ എണ്ണം, ഇതിൽ എത്ര എലമെന്റ് ഉണ്ടോ അതിന്റെ എണ്ണമാണ് n. ഇവിടെ 1ഉം 2 ആയിരുന്നു, അപ്പൊ 2ന്റെ പവർ 2 ആയിരിക്കും. 2 പവർ 2 എന്ന് പറയുമ്പോൾ എന്തായി, 4 ആയി. 4 എലമെന്റ്. പിന്നെ റിസൾട്ടിൽ നമുക്ക് എന്താണ് 4 എലമെന്റ് ഉണ്ട്, 1 2 3 4. അങ്ങനെ 4 സെറ്റ് ഓഫ് എലമെന്റുകൾ നമുക്ക് കിട്ടും. അതാണ് പി ഓഫ് എ. പി ഓഫ് എ കാണുന്ന ഇക്വേഷൻ 2n ആയിരിക്കും. ക്ലിയർ ആണത്? ക്ലിയർ. ഓക്കെ. അപ്പൊ പവർ സെറ്റ് എന്ന് പറഞ്ഞാല് ഫാമിലി ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ് എ. എ എന്നുള്ള സെറ്റിനെ, ഹലോ, മിസ് കേക്കാം. അപ്പൊ ഫാമിലി ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ് എ എന്ന് പറയുന്നത് പവർ സെറ്റ് ഓഫ്, അത് എ എന്നൊരു സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ് ഉണ്ടോ ആ സെറ്റ് ഓഫ് എലമെന്റുകളൊക്കെ അതിന്റെ സബ്സെറ്റുകളായിരിക്കും. അങ്ങനെ സബ്സെറ്റ് ആയിട്ട് എഴുതുന്നതിനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അത് പി ഓഫ് എയില് 1ഉം 2 എന്നുണ്ടെങ്കിൽ 1ഉം 2ഉം വരും, ഒരു നൾ സെറ്റും വരും, 1ഉം 2ഉം സെപ്പറേറ്റും വരും. അപ്പൊ നമുക്ക് 4 എലമെന്റ് കിട്ടി. ആ 4 എലമെന്റ് കിട്ടുന്നത് അതിന്റെ ഇക്വേഷൻ പി ഓഫ് എ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് n നമ്പർ ഓഫ് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ 2n ആയിരിക്കും. n എന്ന് പറയുന്നത് ആ സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ് ഉണ്ടോ അതാണ് n. അപ്പൊ എയില് 1ഉം 2 എന്ന് പറയുമ്പോൾ 2 എലമെന്റ് ആയിരുന്നു, അപ്പൊ n-ന്റെ വാല്യൂ 2 ആയി. 2 എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ n-ന്റെ ഇതിൽ 3 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ലെറ്റ് എ is equal to 1 2 3, 3 എലമെന്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ 2 വരും, നമുക്ക് 8 കോമ്പിനേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് നൾ സെറ്റ് പറയാം, പിന്നെ സെറ്റ് 1 വരും, സെറ്റ് 2 വരും, സെറ്റ് 3 വരും, അടുത്ത കേസ് സെറ്റ് 1ഉം 2ഉം നമുക്ക് കൊടുക്കാം,
അടുത്ത കേസ് 1ഉം 3ഉം വരും, അതുപോലെ 2ഉം 3ഉം വരും, വീണ്ടും വരുന്നത് 1ഉം 2ഉം 3ഉം വരും. അപ്പൊ മൊത്തം നമുക്ക് എന്ത് കിട്ടി? 1 2 3 4 5 6 7 8 എലമെന്റുകളാണ് കിട്ടി. ക്ലിയർ ആണോ അത്? ക്ലിയറാ. അതിന്റെ പവർ സെറ്റ്. നമുക്ക് വെൻഡൈഗ്രം നിൽക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. വെൻഡൈഗ്രം കുറച്ച് വരയ്ക്കാനൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് ഇതുപോലെ എടുത്തു പോകാനുള്ളതാണ്, അത് നോക്കാം. വെൻഡൈഗ്രം നിൽക്കട്ടെ. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞ ടോപ്പിക്കൊക്കെ മിസ് ക്ലിയറാ. അന്നെ മുന്നേ ഞാൻ എടുത്തിരുന്നാണോ? ഇല്ല 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 ഇല്ല. ഇല്ല അല്ലേ? ആ. നമുക്ക് അടുത്ത ടോപ്പിക്ക് വരാം. ഓൾജിബ്ര ഓഫ് സെറ്റ്. സെറ്റിന്റെ ഓൾജിബ്രയിൽ വരുന്ന കണ്ടീഷൻ ആണ്, അത് സെറ്റിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്, അങ്ങനെ വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് എയും ബിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ എലമെന്റും വരും, കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഒരു പ്രാവശ്യം വരും. അതായത് രണ്ട് സെറ്റുകൾ എയും ബിയും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 5. ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ് 2 3 6 7. ഇപ്പൊ നമുക്ക് യൂണിയൻ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി. യൂണിയൻ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന ലെറ്റർ വെച്ചുകൊണ്ടാണ് യൂണിയനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ യൂണിയൻ എന്ന് പറയുമ്പോൾ യു എച്ച് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഈ സെറ്റ് എ യൂണിയൻ ബി ആണ് കാണണമെന്നുണ്ടെങ്കിൽ എയുടെ സെറ്റിലെ എല്ലാ എലമെന്റും, അതായത് 1 2 3 4 5 വരെയുള്ള എല്ലാ എലമെന്റും, 1 2 3 4 5 ഇതുവരെ എഴുതി. ഇനി നമുക്ക് ഈ ബിയുടെ സെറ്റ് എടുക്കാം. ബിയുടെ സെറ്റിൽ ഈ 2ഉം 3ഉം ഇവിടെ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഇനി വീണ്ടും നമ്മൾ എഴുതണ്ട. ബാലൻസ് ബിയിലുള്ള 6ഉം 7ഉം. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു പ്രാവശ്യം എഴുതാം, ബാക്കി എല്ലാ എലമെന്റ് എഴുതാം. അതാണ് എ യൂണിയൻ ബി. ക്ലിയർ ആണോ അത്? ക്ലിയറാ. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇതാണ്, യൂണിയൻ ഡിനോട്ട് ചെയ്യുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാല് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകൾ മാത്രം. അപ്പൊ എയിലും ബിയിലും ഇവിടെ ഈ സെറ്റ് എയും ബിയും നമുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2ഉം 3ഉം, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2ഉം 3ഉം. ഈ 2ഉം 3ഉം ആയിരിക്കും നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി. ഇത് ക്ലിയർ ആണോ? ക്ലിയറാ. അപ്പൊ ടു സെറ്റ്സ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി, സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ എലമെന്റ് ഓഫ് എ ടുഗദർ വിത്തിൻ ഓൾ എലമെന്റ് ഓഫ് ബി. അത് എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുള്ള എല്ലാ എലമെന്റും വേണം, വിത്തൗട്ട് റിപ്പീറ്റിംഗ് ഓൾ എലമെന്റ് മോർ ദാൻ വൺസ്. ഒന്നിൽ കൂടുതൽ ആവർത്തിക്കുന്ന എലമെന്റ് വേണ്ട. അപ്പൊ യൂണിയൻ ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി ഈസ് റിട്ടൺ ആസ്. അതെങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ എ യൂണിയൻ ബി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എ യൂണിയൻ ബി. ഇതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് എ യൂണിയൻ ബി എന്ന് റീഡ് ചെയ്യും. ഇത് നമുക്ക് വേർഡിൽ എഴുതുമ്പോൾ, നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് എക്സ് ബിലോങ്സ് ടു എ, അത് എയിലുള്ള എല്ലാ എലമെന്റും, ഓർ എക്സ് ബിലോങ്സ് ടു ബി. എയിലുള്ള എല്ലാ എലമെന്റും വേണം, ബിയിലുള്ള എല്ലാ എലമെന്റും വേണം. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? മിസ് ക്ലിയറാ. നേരത്തെ ഇന്റർസെക്ഷൻ പറഞ്ഞിരുന്നു. ഇന്റർസെക്ഷൻ ലെറ്റ് എ ആൻഡ് ബി ആർ ടു ഗിവൺ സെറ്റ്. നേരത്തെ തന്ന പോലെ രണ്ട് സെറ്റുകളായിരുന്നു എയും ബിയും. അങ്ങനെയാണെങ്കിൽ ദ സെറ്റ് ഹാവിംഗ് എലമെന്റ് ദാറ്റ് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണോ അതാണ് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വായിക്കുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് വായിക്കാം. ഇപ്പൊ ഇവിടെ നേരത്തെ ആൻഡ് ആയിരുന്നു, ഓറായിരുന്നു. യൂണിയൻ ആയിരുന്ന കേസിൽ ഇവിടെ ഓറായിരുന്നു. ഇവിടെ ആൻഡ് ആയത് ഇന്റർസെക്ഷന്റെ കേസിൽ നമുക്ക് ഇവിടെ ആൻഡ് വരും. തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
യൂണിയനും ഇന്റർസെക്ഷനും തമ്മിൽ ഡിഫറൻസ്. യൂണിയൻ ആയിരുന്ന സമയത്ത് ഇവിടെ നമുക്ക് യൂണിയന്റെ കേസിൽ ഓറും ആൻഡിന്റെ കേസിൽ അല്ല ഇന്റർസെക്ഷന്റെ കേസിൽ ആൻഡും ആണ് വരിക. x ബിലോങ്സ് ടു എ ആൻഡ് x ബിലോങ്സ് ടു ബി. എയിലും ബിയിലും ആൻഡിന്റെ പ്രത്യേകത രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് ആൻഡ്. അപ്പൊ x ബിലോങ്സ് ടു എ ആൻഡ് x ബിലോങ്സ് ടു ബി ആണ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ x ബിലോങ്സ് ടു എ ഓർ x ബിലോങ്സ് ടു ബി ആയി. രണ്ടും ക്ലിയർ ആണല്ലോ. ക്ലിയർ. പിന്നെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 1 2 3 4 തന്നിട്ടുണ്ട്. ബിയുടെ വാല്യൂ 2 3 4 5 6. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2 3 4 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 3 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എ യൂണിയൻ ബി എങ്ങനെ എഴുതുമോ? എ യൂണിയൻ ബി ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 വരും. 5 6 കൂടി വരും. ആവർത്തിച്ച് വരുന്ന 2 3 4 ഒരു പ്രാവശ്യം എഴുതാം. അത് ക്ലിയർ അല്ലേ? ഇനി ഇതിന് ഇങ്ങനെ ഒരു കേസ് വന്നാൽ, അതായത് അടുത്തൊരു എക്സാമ്പിൾ വന്നേക്കുന്നത് എ എന്ന സെറ്റില് 0 തുടങ്ങി 5 വരെ 0 തുടങ്ങി 5 വരെ വരുന്നതാണ് എ എന്ന് പറയുന്നത്. അപ്പൊ 0 തുടങ്ങി 5 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 0 കഴിഞ്ഞിട്ടുള്ള 1 2 3 4 ഇത്രേ വരുള്ളൂ. 5 വരില്ല. അതായത് ഇവിടെ ലെസ് താൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 0യും 5ഉം എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ലെസ് താൻ മാത്രമേ ഉള്ളത് കൊണ്ട് 0 വരാൻ പാടില്ല, 5 വരാൻ പാടില്ല. അതിന്റെ ഇടയിലുള്ള 1 2 3 4 വന്നു. അടുത്ത കേസ് ഇപ്പൊ നമുക്ക് എ എന്നുള്ള സെറ്റ് കിട്ടി. ഇതാണ് നമ്മുടെ എ സെറ്റ്. ഇനി ബി എന്ന് പറയുന്നത് 4 ലെസ് താൻ എസ് ലെസ് താൻ 6. 4നും 6നും ഇടയിൽ വരുന്നത്. 4നും 6നും ഇടയിൽ ബി വരുന്നത് എന്തായിരുന്നു? 5 മാത്രമേ ഉള്ളൂ. 4 6 എടുക്കാൻ പറ്റില്ല. ലെസ് താൻ എന്ന് പറഞ്ഞേക്കുന്നത് ലെസ് താൻ ഒരു ഈക്വൽ ഉണ്ടെങ്കിൽ മാത്രമേ 4 6 കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബിയുടെ വാല്യൂ ബിക്ക് ഒരു എലമെന്റ് ഉള്ളത് 5 മാത്രം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇപ്പൊ എയും ബിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ രണ്ട് സെറ്റ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചു. യൂണിയനും ഇന്റർസെക്ഷനും. യൂണിയൻ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി. എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുള്ള എല്ലാ എലമെന്റും വേണം. റിപ്പീറ്റ് ചെയ്യുന്ന എലമെന്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതാണ് യൂണിയൻ. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എയിലുള്ളതും ബിയിലുള്ളതിന്റെയും കോമൺ വരുന്ന എലമെന്റ് ആണ് ഇന്റർസെക്ഷൻ. യൂണിയൻ മുകളിലോട്ടും ഇന്റർസെക്ഷൻ താഴോട്ടും എഴുതി കഴിഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. അടുത്തേക്ക് പോകാലോ. ഇനി ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എങ്ങനെ കാണാം? ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ഇൻ ദ ഓർഡർ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ ദിസ് എലമെന്റ് ഓഫ് സെറ്റ് എ വിച്ച് ആർ നോട്ട് ഇൻ ദി സെറ്റ് ഓഫ് ബി. അതായത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി. ഇങ്ങനെ നമുക്ക് ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യാം അല്ലെ. എ മൈനസ് ബി. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എയിൽ നിന്നും മൈനസ് ബി ചെയ്യാം. അങ്ങനെയാണെന്ന് ഇവിടെ എക്സാമ്പിൾ നോക്കിയത്. എയിൽ നമുക്ക് 1 2 3 4 എലമെന്റ് ഉണ്ട്. ബിയിൽ 2 3 4 5 6 ഉണ്ട്. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്നും ബി മൈനസ് ചെയ്യാം. അത് എയിലുള്ള ഫസ്റ്റ് എടുക്കുന്ന എ. ഈ എയിൽ ബാലൻസ് എന്താണോ, എ എന്ന സെറ്റിൽ ബാലൻസ് എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ എയിൽ 1 2 3 4 ഉണ്ട്. ബിയില് 2 3 4 5 6 ഉണ്ട്. അപ്പൊ ഇതില് ഈ 2 3 4 ഇതിലും കോമൺ ആണ്, ഇതിലും കോമൺ ആണ്. അപ്പൊ ഇത്രയും ഭാഗം കളഞ്ഞു. ബാക്കി എയില് ബാലൻസ്, അതാണ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ ആയിരിക്കണം, എയിൽ ബാലൻസ് ഉള്ളതായിരിക്കണം നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ എയുടെ ബാലൻസ് ഇവിടെ 1 ഉള്ളൂ. ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ക്ലിയർ ആണോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എന്ത് വരും? ബി മൈനസ് എ എന്ത് വരും? ബിയില് ബാലൻസ് വന്നത്. ബിയില് ബാലൻസ് വരണ 5ഉം 6ഉം. അതാണ് ബി മൈനസ് എ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് വേണമെന്നില്ല. ടു നോൺ എംപ്റ്റി സെറ്റ്സുകളാണ് സിമെട്രിക് ഡിഫറൻസ് പറയുന്നത്. എ സെറ്റ് ഓഫ് എലമെന്റ് ബിലോങ്സ് ടു ഓൺലി ടു എ ഓർ ഓൺലി ടു ബി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ട്. സിമെട്രിക് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സിമെട്രിക് ഡിനോട്ട് ചെയ്യാം. ഡെൽറ്റ വെച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അത് വേണമെന്നില്ല കേട്ടോ. ഇനി കുറച്ച് ഐഡന്റിറ്റീസ് ആണ്.
ഇനി ഇതിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്ത് നോക്കാം കുറച്ച്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ ഓപ്പറേഷൻസിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, 3 കേസ്. യൂണിയൻ ചെയ്യാൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു, ഡിഫറൻസ് പഠിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇതിൽ വരുന്ന ഈ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ്. സെറ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഓപ്പറേഷൻസ് പറയുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ ഫണ്ടമെന്റൽ ലോസ് ഓഫ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻസ് ഓരോന്നും ഇതേപോലെ തന്നെ പഠിക്കുക കേട്ടോ. അത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞത് എ ആയിരിക്കും, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും എ ആയിരിക്കും. അതാണ് നമ്മുടെ ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ എന്ന് പറഞ്ഞാല് എ യൂണിയൻ ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയും. എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയും. അതുപോലെ ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാല് എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ ആയിരിക്കും, എ യൂണിയൻ യൂണിവേഴ്സ് ഈക്വൽ ടു യൂണിവേഴ്സ് ആയിരിക്കും, എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും, എ ഇന്റർസെക്ഷൻ യൂണിയൻ എന്ന് പറയുന്നത് എ ആയിരിക്കും. ഈ 4 കേസാണ് നമ്മുടെ ഐഡന്റിറ്റി ലോ. ഇത് ലോസ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ അസോസിയേറ്റീവ് ലോ 3 ടേം ഉണ്ടെങ്കിൽ ഒരു അസോസിയേറ്റ് ലോ എന്ന് പറഞ്ഞാൽ 3 ടേം ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എ യൂണിയൻ, അത് ബിയും സിയും യൂണിയൻ ചെയ്ത റിസൾട്ടിന്റെ കൂടെ എ യൂണിയൻ ചെയ്ത് കിട്ടുന്നതും എയും ബിയും യൂണിയൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ സി വെച്ച് യൂണിയൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതിനാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇതൊക്കെ വേണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറാണ്. അതുപോലെ ഇന്റർസെക്ഷന്റെ കേസും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ബിയും സിയും നമുക്ക് എയും ബിയും സിയും 3 സെറ്റാണ്. അത് ബിയും സിയും നമുക്ക് എടുത്തുകൊണ്ട് ഇന്റർസെക്ഷൻ ആദ്യം ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ടും എയും തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ഇവിടെ എയും ബിയും ഇന്റർസെക്ഷൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് സിനോട് ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നു. ഇപ്പൊ ലോസ് എന്താണെന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്തത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലും അത് ഈക്വൽ ആയിരിക്കും. മുമ്പ് 4 ലോ നമ്മൾ പറഞ്ഞു. ഒന്ന് ഐഡംപൊട്ടന്റ് ലോ പറഞ്ഞു, ഐഡന്റിറ്റി ലോ പറഞ്ഞു, അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ. ഈ ലോസ് പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി ആദ്യം വരും, പിന്നെ ഉള്ളിലുണ്ടായിരുന്ന ഇന്റർസെക്ഷൻ അങ്ങനെ നിർത്തി വീണ്ടും ഇതിനുള്ളിലേക്ക് ഭാഗത്തേക്ക് എടുക്കുക. അപ്പൊ എ യൂണിയൻ സി അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 2 സൈഡിലേക്കും ഈ യൂണിയൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുക. അത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇത് തന്നെ ഇവിടെ ഇന്റർസെക്ഷനും ഇവിടെ യൂണിയൻ ആയിട്ട് എടുക്കുക. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അടുത്തത് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ എന്ന് വെച്ചാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എ കോംപ്ലിമെന്റ് യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആവും ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ഇന്റർസെക്ഷൻ ആയിട്ട് ബി കോംപ്ലിമെന്റ് ആവും. അതാണ് ഡിമോർഗൻസ് ലോ. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്നുള്ളത് എ കോംപ്ലിമെന്റ് ഇവിടെ ഇന്റർസെക്ഷൻ ആയിരുന്ന കൂടെ യൂണിയൻ വരും. ഇത് ബി കോംപ്ലിമെന്റ്. ഇതിനാണ് നമ്മൾ ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡിമോർഗൻസ് ലോ ഇതൊക്കെ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ കോംപ്ലിമെന്റ് ലോ. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഫൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു ആണ്. യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. അതൊക്കെ ലോസ് ഇതുപോലെ തന്നെ നോക്കിയാൽ മതി. ഇനി ഇൻവല്യൂഷൻ ലോ. അത് എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. എ കോംപ്ലിമെന്റ് ഒരു പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എ തന്നെ കിട്ടും. 8 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്ര ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ദിവസം ചെയ്തോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ. അതായത് ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റ്സ് തന്നിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കണം. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് തന്നിരിക്കുന്നതിന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം. അപ്പൊ ഇതിങ്ങനെയൊക്കെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ന് എഴുതും? സെറ്റ് ബിൽഡർ വേർഡ് രൂപത്തിൽ എഴുതാം. അപ്പൊ നമുക്ക് സെറ്റ് അപ്പൊ x:(x) എക്സ്
വവൽ ബിലോങ് വവൽസ് എഴുതാം. അതുപോലെ 237 എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ. ഇതാണെങ്കിലോ 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതാം. ഒന്നിലേക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതാം. അത് എവിടെ വരെ? x is a multiple of 3 less than or equal to 15 എഴുതാം. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ഇതുപോലെ എഴുതാം. അതുപോലെ ഇതിന്റെ വേർഡ് പ്രോബ്ലം ടാബ്ലർ ഫോമിലേക്ക് ആക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് വരാം. അപ്പൊ കുറച്ച് ടാബുലർ ഫോം വന്നിട്ട് അതിന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം. അതുപോലെ ഈ സെറ്റ് ബിൽഡർ ഫോം വന്നിട്ട് അതിന് ടാബുലർ ഫോമിലേക്ക് എഴുതാം. ഇത് നോക്കിയേ, എക്സ് ബിലോങ്സ് ടു എക്സ് ഈസ് ആൻ ഇൻഡിജർ നമ്പർ. ഇൻഡിജർ ആണ്. എവിടെ തുടങ്ങി എവിടെ വരെ? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ ഏതൊക്കെ വരും? -3 -2 -1 0 1 2 3 4 5 6 വരെ വരും. അതുപോലെ എക്സ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 11 ആയിരിക്കണം. 2 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കണം. അത് സം ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 11 കിട്ടണം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കിയേ, 29. 2 ഡിജിറ്റ് ഉണ്ട്, 2 9 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും അല്ലെ? തിരിച്ച് 92. അതുപോലെ 38 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളെല്ലാം എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത കേസ് നോക്കി, ഇതിലൊരു വ്യത്യാസമുണ്ട്. എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് കേരള. ഇവിടെ നോക്കി ആവർത്തിച്ച് വരുന്ന ലെറ്റർ വേണ്ട, ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പൊ എന്തൊക്കെ വരും? എയും ഇയും ആറും എയും എല്ലും. അടുത്ത എ വേണ്ട എന്ന് വെച്ചാൽ എ വീണ്ടും ആവർത്തിക്കണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന കേസ് വേണ്ട. ഇത് ക്ലിയർ ആണല്ലോ? സെറ്റിൽ നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പാണ് പറഞ്ഞത് സെറ്റും സെറ്റ് ബിൽഡർ ഫോമും ടാബുലർ ഫോമും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോം വന്നിട്ട് അതിനെ ടാബുലർ ഫോമിലേക്ക് ആക്കാനും ടാബുലർ ഫോം വന്നു കഴിഞ്ഞാൽ അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കാനുള്ള മെത്തേഡിലാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അത് നമ്മൾ ചെയ്തു നോക്കി. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം. വെൻഡേഗ്രം കണ്ടില്ല, വെൻഡേഗ്രം നമുക്ക് അടുത്ത ദിവസം പറയാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, എയില് നമുക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എയില് 1 2 3 ഉണ്ട്, ബിയില് 2 4 6 8 എന്ന് പറയുന്നുണ്ട്. യൂണിയൻ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സ് വന്നിട്ടുണ്ട് 1 തുടങ്ങി 9 വരെ. എന്നിട്ട് നമ്മളോട് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ രണ്ടിന്റെ റിസൾട്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എ കോംപ്ലിമെന്റ് കാണണം അല്ലെ? ഇവിടെ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു റിസൾട്ട് കിട്ടും, റൈറ്റ് സൈഡിൽ ഒരു റിസൾട്ട് കിട്ടും. ആ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ എ കോംപ്ലിമെന്റ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യൂണിവേഴ്സിൽ നിന്നും എ കഴിച്ചിട്ട് ബാലൻസ് യൂണിവേഴ്സിൽ എന്താണുള്ളത് അതാണ് എ കോംപ്ലിമെന്റ്. അപ്പൊ യൂണിയനിൽ 1 തുടങ്ങി 9 ഉണ്ട്, അതിൽ 1ഉം 2ഉം 3ഉം കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ എ കോംപ്ലിമെന്റ്. ക്ലിയർ അല്ലേ? ഇതിന് ഈ 3 കുറച്ചിട്ട് ബാക്കി 4 5 6 7 8 9 വരും. അതാണ് എ കോംപ്ലിമെന്റ്. അത് ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ ബി കോംപ്ലിമെന്റ് എങ്ങനെ വരും? 2 4 6 1 3 5 7 9 കിട്ടും. അപ്പൊ 2 റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പൊ എ കോംപ്ലിമെന്റും കിട്ടി, ബി കോംപ്ലിമെന്റും കിട്ടി. ഇതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള എലമെന്റ് ഒരു പ്രാവശ്യം എഴുതിയിട്ട് ബാക്കി എല്ലാ എലമെന്റും വേണം അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, 1 ഇവിടെ വേറെ കോമൺ ഇല്ലാതെ ഒരു പ്രാവശ്യം കൊടുത്തു, 3 വന്നു, പിന്നെ 4 വന്നു, പിന്നെ ഇതിൽ 5 ഉണ്ട്, അത് ഒരു പ്രാവശ്യം കൊടുത്തു, 6 ഒരു പ്രാവശ്യം എഴുതി, 7 ഒരു പ്രാവശ്യം എഴുതി, ബാലൻസ് ഇവിടെ 8 ഒരു പ്രാവശ്യം എഴുതി, 9 ഒരു പ്രാവശ്യം എഴുതി. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ്
ഹലോ, മിസ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നോക്കിയേ, ഇനി ഇപ്പൊ ഈ സൈഡിൽ നമുക്ക് കിട്ടി, ലെഫ്റ്റ് സൈഡിലെ റിസൾട്ട് കിട്ടി നമുക്ക് 1 3 4 5 6 7 8 9 ആണ് ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡിൽ പറഞ്ഞേക്കണത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയണം. അപ്പൊ എ എന്ന് പറയുന്നത് ഇതും ബി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2 മാത്രമേ കോമൺ ഉള്ളൂ. ഈ 2 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇതിനെ ഹോൾ കോംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയണം. ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൽ നിന്നും ഇതിനെ മൈനസ് 2 മൈനസ് ചെയ്താൽ ബാക്കി എന്തൊക്കെ കിട്ടും? ബാക്കി 1 തുടങ്ങി ബാക്കി 9 വരെ എല്ലാ ഡിജിറ്റും. ഈ റിസൾട്ട് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേക്കണത്, ഈ രണ്ട് റിസൾട്ട്. അതുകൊണ്ട് നമുക്ക് നിന്ന് എഴുതാം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണെന്ന് എഴുതാം. ഇത് ക്ലിയർ ആണ് ഈ പ്രോബ്ലം? ക്ലിയർ. ഇത് ഇത്ര മതി. ഈ നോട്ട് ഞാൻ അയച്ചു കൊടുക്കാം സാറിന് കേട്ടോ. സാർ സെൻഡ് ചെയ്ത്. മിസ് അടുത്ത ക്ലാസ്സിൽ 3rd ചാപ്റ്റർ ഒന്ന് തുടങ്ങാവോന്ന് വെച്ചാൽ അതാണ് എക്സാം തന്നെ ഈ അടുത്തായിട്ട്. അടുത്തായിട്ട് 3rd ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് വരും? ഞാൻ ഇൻഡക്ഷൻ ആൻഡ് റെക്കറൻസ്. ഇൻഡക്ഷൻ ആൻഡ് റെക്കറൻസ് അതൊന്ന് അടുത്ത ദിവസം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം വേണ്ട, കുറച്ച് പ്രോബ്ലംസ് ഉള്ളു. അപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് കുറച്ചുള്ളൂ. ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് വെൻ ഡയഗ്രാം പറയാനുള്ളൂ. അപ്പൊ അത് തീർത്താൽ ഈ ഭാഗം കംപ്ലീറ്റ് ആവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഈ നോട്ട് ഞാൻ സാറ് സെൻഡ് ചെയ്യാം കേട്ടോ. സാർ സെൻഡ് ചെയ്ത് തരും. ഓക്കെ മിസ്. ലീവ് ചെയ്തോ. താങ്ക് യു. ഓക്കെ.